അസം പെൺകുട്ടിയെ ഉപയോഗിച്ച് പെൺവാണിഭ കേന്ദ്രം നടത്തിയ കേസിൽ പ്രതികളെ അന്വേഷിച്ച പോലീസ് ഒഡീഷയിൽ. കേസിലെ 2 പ്രതികൾ ഒഡീഷയിലുണ്ടെന്നാണ് രഹസ്യവിവരം. 3 മാസം മുൻപാണ് 15,000 രൂപ ശമ്പളത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് 17-കാരി പെൺകുട്ടിയെ കോഴിക്കോട് നഗരത്തിലെത്തിച്ചത്. ഇംതിയാസ് കരീമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഇംതിയാസ്, ഇപ്പോൾ ഈ കേസിന്റെ ഗതി എന്താണ്? 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ഉപയോഗിച്ച് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഒരു വാടക കെട്ടിടത്തിൽ പെൺവാണിഭ കേന്ദ്രം നടത്തിയെന്ന് പറയുന്ന വാർത്ത നമ്മൾ വളരെ ഞെട്ടലോടെയാണ് കേട്ടത്. എന്നാൽ ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പോൾ അന്വേഷണ സംഘം ഒറീസയിലേക്ക് പോയിരിക്കുകയാണ്. 2 പ്രതികൾ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട 2 പ്രതികൾ ഒറീസയിലുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് അന്വേഷിക്കുന്ന ടൗൺ പോലീസ്, വനിതാ പോലീസ് ഉൾപ്പെടെയുള്ളവർ അങ്ങോട്ടേക്ക് ഇപ്പോൾ പോയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ മാതാപിതാക്കളെന്ന് അവകാശപ്പെട്ട ഒരാൾ കേരളത്തിൽ കോഴിക്കോട്ടേക്ക് എത്തിയിട്ടുമുണ്ട്. പക്ഷേ അവർക്കൊപ്പം ഈ പെൺകുട്ടിയെ ഇപ്പോൾ വിട്ടിട്ടില്ല. അതിൻ്റെ കാരണം ഈ കുട്ടിയുടെ സ്കൂൾ രേഖകൾ പറയുന്നത് ഈ കുട്ടിക്ക് 17 വയസ്സ് എന്നാണ്. പക്ഷേ ഈ കുട്ടിയുടെ മാതാപിതാക്കളെന്ന് പറഞ്ഞ് ഇവിടെ എത്തിയിരിക്കുന്ന ആളുകൾ സമർപ്പിച്ചിരിക്കുന്ന ആധാർ കാർഡിൽ ഈ കുട്ടിയുടെ വയസ്സായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 20-മാണ്. അങ്ങനെ ഇതിലൊരു സംശയമുള്ളത് കൊണ്ടാണ്, ഇത് സ്ഥിരീകരിക്കപ്പെടാത്തത് കൊണ്ടാണ് ഈ കുട്ടിയെ ഇപ്പോൾ മാതാപിതാക്കൾക്കൊപ്പം വിടാത്തത്. അങ്ങനെ നിർഭയ ഹോമിൽ തന്നെയാണ്, വെള്ളിമാട് കുന്നിൽ തന്നെയാണ് ഇപ്പോൾ ഈ കുട്ടി സംരക്ഷണയിൽ കഴിയുന്നതും. അതോടൊപ്പം തന്നെ ഈ കേസിന്റെ അന്വേഷണത്തിൽ, അതായത് ഈ വാടക കെട്ടിടത്തിൽ ഈ പെൺകുട്ടിയെ കൂടാതെ മറ്റു ചിലർ കൂടെ ഇതിന് ഇരയായി, ഈ അസം യുവാവിന് ഇരയായി അവിടെ ഉണ്ടായിരുന്നു എന്നും ഈ പെൺകുട്ടിയുടെ മൊഴിയിൽ വിശദമായി പറയുന്നുണ്ട്. അതടക്കമാണ് ഇപ്പോൾ ടൗൺ പോലീസ് വിശദമായി അന്വേഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്.